ഈ പുസ്തകത്തെക്കുറിച്ച് വാസ്തവത്തിൽ വളരെ ആഴമേറിയ അവതരണം നടത്തി കഴിഞ്ഞു ഇവിടെ. അതുകൊണ്ട് ഈ പുസ്തകത്തെക്കുറിച്ച് ഒരു പരിചയപ്പെടുത്തൽ എന്ന നിലയ്ക്ക് വളരെ കൂടുതൽ കാര്യങ്ങൾ പറയേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. വാസ്തവത്തിൽ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസക്തിയും പ്രാധാന്യവും സുനിൽ കൃത്യമായി സൂചിപ്പിച്ചതുപോലെ ഒരു സമരായുധം എന്ന നിലയ്ക്കാണ്. എന്നാൽ ആ സമരായുധം രൂപപ്പെടുന്നത് പൊതുവെ പലപ്പോഴും ഉണ്ടാകുന്നൊരു പ്രശ്നം, നമ്മൾ ആശയപരമായ ചിന്തകളിലൂടെ ആണ് ആ ഒരു പ്രക്രിയ നിർവഹിച്ചു പോകാറുള്ളത്. പക്ഷെ ഇവിടെ അതിൽ നിന്ന് വ്യത്യസ്തമായി മൂർത്തമായ ചരിത്രാനുഭവങ്ങളിലൂടെ ആ ചരിത്രാനുഭവങ്ങളെ ഒരു ക്രോണോളജി എന്ന നിലയ്ക്ക് അവതരിപ്പിച്ചുകൊണ്ട് അതിലൂടെയാണ് ഈ സമരായുധത്തെ അതിൻ്റെ മൂർച്ചയുടെ ഒരു പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നത്. പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ വിജയപ്രസാദ് പറയുന്നൊരു കാര്യം, ഇത് നിഴലുകളെക്കുറിച്ചുള്ള പുസ്തകമാണ്, വെടിയുണ്ടകളെക്കുറിച്ചുള്ള പുസ്തകവുമാണ് എന്നുള്ളതാണ്. ആ നിഴൽ എന്ന് പറയുന്നത് ചരിത്രത്തിൻ്റെ പിന്നാമ്പുറങ്ങളിൽ നിന്ന്, ഭൂതകാലത്തിൻ്റെ അതിവിദൂരതകളിൽ നിന്ന് ഇന്നിലേക്കും ഇവിടെ നിന്ന് അപ്പുറത്തേക്കും വീണ് കിടക്കുന്ന സാമ്രാജ്യത്വത്തിൻ്റെ നീണ്ട നിഴൽ തന്നെയാണ്. ആ നീണ്ട നിഴൽ വാസ്തവത്തിൽ അതിൻ്റെ തുടക്കം മുതൽ തന്നെ ഉള്ള അതിൻ്റെ ഒരു പരിണാമത്തെക്കുറിച്ച് അതിൻ്റെ ഒന്നാം ഭാഗത്തിൻ്റെ തലക്കെട്ടിലൂടെ തന്നെ വിജയപ്രസാദ് പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് ഇതൊരു ദൈവിക അവകാശമാണ്, ദിവ്യാവകാശമാണ്. എന്താണ് ആ ദിവ്യാവകാശം? അത് സാമ്രാജ്യത്വത്തിനൊക്കെ വളരെ എത്രയോ മുമ്പുള്ള ഘട്ടത്തിൽ നിന്ന് തന്നെ തുടങ്ങുന്ന അധീശവർഗത്തിൻ്റെ താല്പര്യങ്ങളുടെ അടിത്തറയാണ്. അതായത് ഈ പ്രകൃതിയിലുള്ള എല്ലാ വിഭവങ്ങളും, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം തങ്ങൾക്ക് അധീനപ്പെട്ടതാണെന്നും തങ്ങളുടെ വരുതിയിൽ നിൽക്കേണ്ടതാണ് എന്നും ഉള്ള ചിന്തയിൽ നിന്നാണ് ഈ ദിവ്യാവകാശം എന്ന ആ ഒരു തത്വം വാസ്തവത്തിൽ ഈ അധീശവർഗം എല്ലാ കാലത്തും പ്രയോഗിച്ചിട്ടുണ്ട്. തുടർന്നിങ്ങോട്ട് ഈ പുസ്തകം പറഞ്ഞു വെക്കുന്നത് അമേരിക്ക എന്ന സാമ്രാജ്യത്വ രാഷ്ട്രം, അതിൻ്റെ പരിണാമം, വളർച്ച, രൂപാന്തരം, ഇതിനെ സംബന്ധിച്ച് വസ്തുനിഷ്ഠമായ ഒരു പരിശോധന. ആ പരിശോധനയിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ ദിവ്യാവകാശം എന്ന ആ ഒരു ധാരണ അല്ലെങ്കിൽ ആ ഒരു ധാർഷ്ട്യം അത് തുടർന്ന് അമേരിക്ക ഇങ്ങോട്ട് ഏറ്റെടുക്കുകയാണ് എന്നുള്ളതാണ്. ഈ പുസ്തകത്തിൽ പറഞ്ഞു വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, 1950-കളിൽ അമേരിക്കയുടെ വിദേശ നയരൂപീകരണത്തിൻ്റെ കാര്യത്തിൽ വളരെ വളരെ ശക്തമായൊരു പങ്കുവഹിച്ചിരുന്ന നീറ്റ്സെ എന്ന് പറയുന്നയാൾ, അദ്ദേഹം അമേരിക്കയുടെ വിദേശ നയം രൂപപ്പെടുത്തുമ്പോൾ അതിൻ്റെ ആണിക്കല്ലായി പറഞ്ഞു വെച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അമേരിക്ക ഏറ്റവും പ്രബലമായ രാഷ്ട്രമാവുക മാത്രമല്ല, പിന്നെയോ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തമായ രാഷ്ട്രം, ഈ പ്രപഞ്ചത്തിൻ്റെ വിധി നിർണയിക്കാൻ കഴിയുന്നത്ര രൂപത്തിലുള്ള ശക്തി എല്ലാ കാലത്തും ഉള്ള ഒരു രാഷ്ട്രം എന്നാണ്. അടുത്ത കാലത്ത് ട്രംപിൻ്റെ ഉപദേഷ്ടാവായിരുന്ന ബോൾട്ടൺ ഏതാണ്ട് ഇത് തന്നെയാണ് മറ്റൊരു രൂപത്തിൽ പറഞ്ഞു വെച്ചത്. അദ്ദേഹം ഒരു ഘട്ടത്തിൽ പറഞ്ഞത്, ഈ പുസ്തകത്തിലുണ്ട്, അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഐക്യരാഷ്ട്രസഭ പുനഃസംഘടിപ്പിക്കണം, നമ്മുടെ ഇന്ത്യ അടക്കം അതിൻ്റെ സെക്യൂരിറ്റി കൗൺസിൽ അംഗത്വത്തിന് വേണ്ടിയുള്ള സമ്മർദ്ദം ചെലുത്തുന്ന ഒരു ഘട്ടത്തിലാണ് ഈ ബോൾട്ടൻ്റെ ഒരു പ്രസ്താവന. എൻ്റെ അഭിപ്രായത്തിൽ ഐക്യരാഷ്ട്രസഭ പുനഃസംഘടിപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ രക്ഷാസമിതിയിൽ ഒരൊറ്റ അംഗം മാത്രം മതി. അത് മറ്റാരുമല്ല, അമേരിക്ക എന്ന ഒരൊറ്റ സ്ഥിരാംഗം മാത്രം മതി ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതിയിൽ എന്ന അഭിപ്രായം ഈ തൊട്ടു മുമ്പ് പ്രസിഡന്റായിരുന്ന ട്രംപിൻ്റെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആയിട്ടുള്ള ബോൾട്ടൺ വരെ വെച്ച് പുലർത്തുന്നു എന്നുള്ളത് അതിൽ നിന്ന് നമുക്കറിയാം. അത് മാത്രമല്ല, ഞാൻ നേരത്തെ ഇവിടെ ഡോക്ടർ സുനിൽ കൃത്യമായി സൂചിപ്പിച്ചതുപോലെ ഇതിൽ പറയുന്ന കാര്യങ്ങളൊന്നും പുതിയതല്ല. പക്ഷേ തീവ്രമായ അതിരൂക്ഷമായ അനുഭവങ്ങളുടെ ഒരു സഞ്ചയം ഇതിലുണ്ട്. ആ അനുഭവങ്ങളാവട്ടെ രാഷ്ട്രീയ തലത്തിൽ മാത്രം ഉള്ളതല്ല. അതാണ് അമേരിക്കയുടെ ഈ അധീശത്വത്തിൻ്റെ സമഗ്രമായൊരു സ്വഭാവം. അത് സൈനികമാണ്, സാമ്പത്തികമാണ്, രാഷ്ട്രീയമാണ്, സാംസ്കാരികമാണ്, സാമൂഹ്യമാണ്, മതപരമാണ്.
ഇങ്ങനെ എല്ലാ മേഖലകളിലും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ എങ്ങനെയാണ് ഇസ്ലാം എന്നുള്ളതിനെ കമ്മ്യൂണിസത്തിനെതിരായിട്ടുള്ളൊരു പൊളിറ്റിക്കൽ വെപ്പൺ എന്ന നിലയ്ക്ക് രൂപപ്പെടുത്തിയെടുത്തത് എന്നുള്ളതിനെ കുറിച്ച് വിജയപ്രസാദ് ഇവിടെ കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട്. ഈ അമേരിക്കയുടെ ഒരു തന്ത്രം, അമേരിക്കയാണ് ഇത് ചെയ്തത് എന്ന് ഒരിക്കലും പുറത്തു വരരുത്. അമേരിക്ക എല്ലാത്തിൻ്റെയും പിന്നിൽ നിൽക്കുന്നു, പക്ഷേ ഒന്നും പുറത്തു വരരുത് എന്ന താല്പര്യം അവർക്കുണ്ട്. എന്നാൽ അവരെ ഭയപ്പെടുകയും വേണം എന്നുള്ളത്. അപ്പോൾ ആ നിലയിൽ കമ്മ്യൂണിസം അമേരിക്കയുടെ അടക്കമുള്ള സാമ്രാജ്യത്വ താല്പര്യങ്ങൾ മുഴുവൻ അതിലംഘിച്ചുകൊണ്ട് ലോകത്തൊട്ടാകെ മാനവ വിമോചന പോരാട്ടങ്ങൾ ശക്തിപ്പെടുകയും ഒക്കെ ചെയ്ത, പ്രത്യേകിച്ചും രണ്ടാം ലോക യുദ്ധാനന്തരം ഉള്ള ഒരു കാലഘട്ടം, ആ കാലഘട്ടത്തിൽ ലോകത്തൊട്ടാകെ ഈ മാനവ വിമോചന ശക്തികൾ മേധാവിത്വം നേടുകയും അനവധി പുതിയ രാജ്യങ്ങൾ കൊളോണിയൽ മുഖം പൊട്ടിച്ചുകൊണ്ട് പുറത്തു വരികയും ഒക്കെ ചെയ്ത ആ ഒരു അവസ്ഥ, ആ അവസ്ഥയിൽ നിന്നാണ് അമേരിക്ക നേരത്തെ പറഞ്ഞ രൂപത്തിൽ എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കാൻ കഴിയുക എന്നുള്ള തന്ത്രങ്ങൾ ഇവോൾവ് ചെയ്യുന്നത്. അങ്ങനെ അവർ പുതിയ പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയാണ്. അങ്ങനെ സത്യാനന്തരത്തെ രൂപപ്പെടുത്തുന്നു, മാധ്യമത്തെ ഒരു വലിയ പ്രചരണായുധമായിട്ട് മാറ്റുന്നു. നുണ എന്നുള്ളത് അത്ര പാപമായ ഒരു കാര്യമല്ല എന്നും, നുണ എന്നുള്ളത് ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയായുധമാണ് എന്നും ഉള്ള തത്വം പ്രയോഗിക്കപ്പെടുന്നു. CIA എന്ന ആ ഒരു രഹസ്യ അന്വേഷണ സംഘത്തെ ലോകത്തെവിടെയും വിഹരിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ലോകം കണ്ട ഏറ്റവും വലിയ ഭീകര സംഘമായി അതിനെ അഴിച്ചുവിടുന്നു. ഇതിലൂടെയൊക്കെ ഈ തന്ത്രങ്ങൾ രൂപപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ഘട്ടത്തിൽ അവർ ലാറ്റിൻ അമേരിക്കയിലെ വിമോചന ദൈവശാസ്ത്രത്തിനെതിരെ അവർ ക്രിസ്തുമതത്തിനുള്ളിലെ ഇവാഞ്ചലിസത്തെ ഉപയോഗത്തിട്ടുണ്ട്. കാരണം നമുക്കറിയാമല്ലോ, അമേരിക്കയിലെ ഭൂരിപക്ഷ വിഭാഗം എന്ന് പറയുന്നത് കത്തോലിക്കരല്ല, ഇവാഞ്ചലിസ്റ്റുകളാണ്. ഈ ലാറ്റിൻ അമേരിക്കൻ പ്രദേശങ്ങളിൽ കത്തോലിക്കർക്കാണ് ആധിപത്യം, ചരിത്രപരമായ കാരണങ്ങളാൽ. കാരണം പോർച്ചുഗലും സ്പെയിനും ഫ്രാൻസും ഒക്കെ ആയിരുന്നല്ലോ അവിടുത്തെ കൊളോണിയൽ ശക്തികൾ. അതുകൊണ്ട് അവിടെ അവർക്കാണ് മേൽക്കൈ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ കത്തോലിക്ക സഭയിൽ നിന്നുള്ള വലിയൊരു വിഭാഗത്തിന്റെ പിന്തുണയോടുകൂടിയാണ് ലിബറേഷൻ തിയോളജി, വിമോചന ദൈവശാസ്ത്രം അവിടെ പ്രചാരം നേടുന്നത്. അതിനെ തകർക്കുന്നതിന് വേണ്ടി അമേരിക്ക ഇവാഞ്ചലിസം എന്ന ക്രിസ്തുമതത്തിലെ അവാന്തര വിഭാഗത്തെ, അതിൻ്റെ ആശയങ്ങളെയും അതിൻ്റെ പ്രചാരകരെയും ഒക്കെ വളരെ ശക്തമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള ചരിത്ര വസ്തുതയാണ്. തുടർന്ന് ഇതുപോലെ തന്നെയാണ് 50കളിലും 60കളിലും ഒക്കെ മുതൽ തന്നെയുള്ള ഇസ്ലാമിനെ ഒരു പൊളിറ്റിക്കൽ വെപ്പണായിട്ട് ഉപയോഗിക്കുക എന്ന തന്ത്രം അവർ ആവിഷ്കരിക്കുന്നത്. ആ തന്ത്രം ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. ഈ തരത്തിൽ ഈ കാര്യത്തിൽ മാത്രമല്ല, ലോകത്തെവിടെയും അവർ ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിലുള്ള മാനവ വിമോചന പോരാട്ടങ്ങളുടെ ഫലമായി രൂപപ്പെട്ട ഭരണകൂടങ്ങളെ അല്ലെങ്കിൽ ഭരണ നേതാക്കളെ അട്ടിമറിക്കുകയോ കൊല്ലുകയോ ഒക്കെ ചെയ്യുന്നതിന് അവർ ഉപയോഗിക്കുന്ന സ്ഥിരമായ ചില ശൈലികളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ചില പ്രതീതികൾ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ്. ഒന്ന് സ്വാതന്ത്ര്യം എന്ന ആശയങ്ങൾ. അതിനവർ അവരുടേതായ ഒരു ഭാഷ്യം ചമയ്ക്കുന്നു. എന്താണ് സ്വാതന്ത്ര്യം? അത് തങ്ങൾക്ക് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമാണ്, തങ്ങളുടെ ആശയാവിഷ്കാരത്തിനുള്ള മാധ്യമങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് എന്ന രൂപത്തിലേക്ക്, മനുഷ്യന് വിശക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം, അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം, അതല്ല സ്വാതന്ത്ര്യം എന്നൊരു, അങ്ങനെ സ്വാതന്ത്ര്യത്തിന് പുതിയ പരിപ്രേക്ഷ്യങ്ങൾ കൊടുത്തുകൊണ്ട്, പുതിയ വ്യാഖ്യാനങ്ങൾ കൊടുത്തുകൊണ്ട്, ആ തരത്തിലുള്ള പ്രചരണങ്ങളിലൂടെ ഇവിടെയൊക്കെ നടക്കുന്നത് മനുഷ്യാവകാശ ധ്വംസനങ്ങളാണ് എന്ന പ്രതീതി ഉണ്ടാക്കിക്കൊണ്ട് ആ തരത്തിൽ ഈ രാജ്യങ്ങളിലൊക്കെ നേരത്തെ ഇവിടെ വിശദമായി പരാമർശിച്ച, പ്രത്യേകിച്ച് ലാറ്റിൻ അമേരിക്കൻ പശ്ചാത്തലത്തിലാണ് ഈ പുസ്തകം കൂടുതലായിട്ട് എഴുതപ്പെട്ടിട്ടുള്ളത്. ഈ നേരത്തെ പറഞ്ഞ ബൊളീവിയയും ചിലിയും ഒക്കെ അടക്കം ഉള്ള രാജ്യങ്ങൾ, ഗ്വാട്ടിമാല, ഈ രാജ്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ വിശദമായി തന്നെ പരാമർശിച്ചുകൊണ്ടാണ് വിജയപ്രസാദ് ഈ പുസ്തകം എഴുതി പോയിരിക്കുന്നത്. എന്തായിരുന്നാലും ഇതിലൂടെ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ലോകത്തൊട്ടാകെ തങ്ങളുടെ അധീശത്വം നിലനിർത്തുക എന്ന ദൈവികാവകാശം എന്ന് അവർ കരുതുന്ന ആ ഒരു ധാർഷ്ട്യം, ആ ഒരു അധികാരം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സമഗ്രമായ ശ്രമങ്ങൾ എങ്ങനെയാണ് നടത്തിപ്പോകുന്നത്, അതിനുവേണ്ടി മനുഷ്യ സമൂഹം, ലോകം കൊടുക്കേണ്ടി വന്ന വില എത്രയാണ് എന്നുള്ളത് ഞെട്ടലോടെ മാത്രമേ നമുക്ക് വായിക്കാൻ കഴിയൂ. മനുഷ്യനെ കൊല്ലുക എന്നുള്ളതൊക്കെ വാസ്തവത്തിൽ വളരെ വളരെ വികാരരഹിതമായി യാന്ത്രികമായി നിർവഹിച്ചു പോകാവുന്ന, തങ്ങളുടെ താല്പര്യങ്ങൾക്ക് എതിര് നിൽക്കുന്ന ആളുകളെ
അവരെ എലിമിനേറ്റ് ചെയ്യുക, ഇല്ലാതെയാക്കുക, വൈപ്പ് ഔട്ട് ചെയ്യുക, ഇതൊക്കെ തങ്ങൾക്ക് സ്വാഭാവികമായി സിദ്ധിച്ചിട്ടുള്ള സ്വാതന്ത്ര്യമാണ് എന്ന നിലയ്ക്കാണ് അവർ ഇതിനെയൊക്കെ വിവരിച്ചു പോകുന്നത്. കൂടുതൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഏതായിരുന്നാലും എനിക്ക് പറയാനുള്ള ഒരു കാര്യം, വിജയ് പ്രസാദ് വാസ്തവത്തിൽ ഇവിടെ ചരിത്രത്തിന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ തന്നെയാണ് നടത്തിയിരിക്കുന്നത്. സൊല്ല് പറഞ്ഞതുപോലെ ഈ കാര്യങ്ങളൊന്നും പുതിയതല്ല. പ്രത്യേകിച്ചും കഴിഞ്ഞ ഏതാണ്ട് 40 വർഷക്കാലത്തോളം സജീവമായിട്ട് രാഷ്ട്രീയ രംഗത്തൊക്കെ നിൽക്കുകയോ അല്ലെങ്കിൽ ഈ തരത്തിലുള്ള കാര്യങ്ങളെ ഫോളോ ചെയ്യുകയോ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായിട്ടും ഓർമ്മയിൽ നിന്ന് പുതുക്കിയെടുക്കാവുന്ന കാര്യങ്ങൾ. പക്ഷെ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ചിതറിക്കിടക്കുന്ന ഓർമ്മകളല്ല. ഇത് തമ്മിലുള്ളൊരു പാരസ്പര്യം, അതിൻ്റെ പരസ്പര ബന്ധം, ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ഹിഡൻ അജണ്ട, അത് വളരെ ഏകോപിതമായും സമഗ്രമായും ഫോക്കസ്ഡ് ആയിട്ടും നമ്മുടെ മുമ്പിൽ എത്തിച്ചു തരുന്നു എന്നുള്ളതാണ് വാസ്തവത്തിൽ ഈ പുസ്തകത്തിലൂടെ വിജയ് പ്രസാദ് നിർവഹിച്ചിട്ടുള്ള ചരിത്രപരമായ ഒരു ദൗത്യം. മാത്രമല്ല അദ്ദേഹം ഓർമ്മിപ്പിക്കുന്ന മറ്റൊരു കാര്യം, ഈ പുസ്തകത്തിൽ എവിടെയും നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം, ഈ സാമ്രാജ്യത്വത്തിന്റെ എല്ലാ തരത്തിലുള്ള ആക്രമണോത്സുകതയെയും മറികടന്നുകൊണ്ട് ലോകത്തൊട്ടാകെ വീണ്ടും വീണ്ടും ജനകീയമായ ഭരണകൂടങ്ങൾ നിലവിൽ വരികയും ഈ സാമ്രാജ്യത്തെ വെല്ലുവിളിക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയ അതും നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ അദ്ദേഹം പറയാതെ പറഞ്ഞു വെക്കുന്നൊരു കാര്യം, ജനകീയമായ ഈ ഭരണകൂടങ്ങളെ നിലനിർത്തണമെങ്കിൽ ജനങ്ങളുടെ നിതാന്തമായ ജാഗ്രത ആവശ്യമാണ്. ആ ജാഗ്രത എന്ന് പറയുന്നത് കേവലം നമുക്ക് സ്വാഭാവികമായി കൈവരാവുന്ന ഒന്നല്ല, മറിച്ച് നിരന്തരമായ ഓർമ്മ പുതുക്കലിലൂടെ, അതുപോലെ ഈ സാമ്രാജ്യത്വത്തിന്റെ തന്ത്രങ്ങൾക്കെതിരായിട്ടുള്ള അതിശക്തമായ രൂപത്തിലുള്ള ബോധവൽക്കരണത്തിലൂടെയും ജാഗ്രതയിലൂടെയും മാത്രം സാധിക്കുന്നതാണ്. കാരണം നമുക്ക് പോലും ചിന്തിക്കാൻ കഴിയാത്ത രൂപത്തിലാണ് ഈ പ്രചാരണ കോലാഹലങ്ങൾക്കിടയിൽ നമ്മൾ പോലും വീണുപോയേക്കാവുന്നത് എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ. അപ്പോ അതിലൂടെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് ഞാൻ കരുതുന്നത്, നിങ്ങൾ ഏത് പക്ഷത്താണ് എന്ന് ഓരോ നിമിഷവും ഓരോ മനുഷ്യനും ചിന്തിച്ചുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുക മാത്രമാണ് നിങ്ങളുടെ പക്ഷത്ത് ഉറച്ചു നിൽക്കുന്നതിനും നിങ്ങളുടെ പക്ഷത്തിനു വേണ്ടി പോരടിക്കുന്നതിനും ഉള്ള ഊർജം നിങ്ങൾക്ക് ലഭ്യമാവുക എന്നുള്ളതാണ് വിജയ് പ്രസാദ് പറയാതെ പറഞ്ഞു വെക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഈ പുസ്തകം നേരത്തെ പറഞ്ഞതുപോലെ സാധാരണഗതിയിൽ ഇംഗ്ലീഷിലുള്ളൊരു പുസ്തകം എന്ന നിലയ്ക്ക് മാത്രമല്ല, അത്ര രസകരം എന്ന് പറയാൻ കഴിയാത്ത രൂപത്തിലുള്ളൊരു വിഷയത്തെ സംബന്ധിച്ചുള്ള പുസ്തകം. പക്ഷേ ഈ പുസ്തകത്തിന്റെ വിവർത്തനം അത് ഇതിലും ലളിതമായി നടത്താൻ ആർക്കും കഴിയും എന്നെനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ചും വിജയ് പ്രസാദിന്റെ ഇംഗ്ലീഷ് വായിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, അതിങ്ങനെ ലാബിരിന്ത് എന്ന് പറയാവുന്നതുള്ളൂ, കെട്ടുപിണഞ്ഞ് പോകുന്ന ഭാഷയാണ്. അതിന് അദ്ദേഹത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇതിലിങ്ങനെ ആശയങ്ങളും അർത്ഥങ്ങളും കൊണ്ട് ഇങ്ങനെ ലോഡ് ചെയ്താണ് അദ്ദേഹത്തിന്റെ വാചകങ്ങൾ ഉണ്ടാവുക. ആ വാചകങ്ങളുടെ പുഷ്ടി ചോരാതെ, അർത്ഥം ചോരാതെ, അതിൻ്റെ മുഴുവൻ സത്തയും ഉൾക്കൊണ്ടുകൊണ്ട്, എന്നാൽ അങ്ങനെ സത്ത നിലനിർത്തുമ്പോൾ അതിൻ്റെ ഒരു ദുർഗ്രഹത ഉണ്ടാവാതെ, കാരണം വാചകങ്ങൾ നീണ്ടുപോകുമ്പോൾ വന്നേക്കാവുന്ന ദുർഗ്രഹത ഒട്ടുമില്ലാതെ, വാസ്തവത്തിൽ പലയിടത്തും ഒരു കാവ്യാത്മകമായ രൂപത്തിൽ തന്നെ ശ്രീ വേണുഗോപാൽ ഇതിൻ്റെ വിവർത്തനം നിർവഹിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ അഭിമാനത്തോടു കൂടി എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. തീർച്ചയായിട്ടും അത് ഒട്ടും അനായാസമായൊരു കാര്യമല്ല. അതിന് അദ്ദേഹം എനിക്ക് തോന്നുന്നു ധ്യാനപൂർണമായ ദിവസങ്ങൾ ഇതിനു വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. എന്തായിരുന്നാലും ആ ശ്രമം സാർത്ഥകമായിട്ടുണ്ട്. ഇനി അത് പൂർത്തിയാക്കേണ്ടത് ഇതിൻ്റെ വായനയിലൂടെ, ഇതിനെ ഒരു സമരായുധമായി പ്രയോഗിക്കുന്നതിലൂടെ നമ്മൾ തന്നെയാണ്. ആ ചുമതല, ആ ദൗത്യം നമുക്ക് ഏറ്റെടുക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ ഈ പുസ്തകം അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ.